പ്രത്യേകിച്ച് ഇത്രയും ഇതുപോലെ തപസ് ഇരുന്നാൽ പോലും ഇതേപോലൊരു വൈഫിനെ ഇനി വിജയ്ക്ക് കിട്ടാനും പോകുന്നില്ല. ഇത് ഞാൻ ബഹിഷ്കരിക്കുക, ഈ ഫാൻ എന്നുള്ള രീതി ഞാൻ മാറ്റുക. അപ്പം ഇനി ഇയാളുടെ ഒരു പടം ഇറങ്ങിയാൽ കാണാൻ പോകും, പക്ഷേ ഒരു ഫാൻ എന്നുള്ള രീതി ഞാൻ ഇയാളെ കാണത്തില്ല. ഹായ്, പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രതിഷേധ വീഡിയോ ആണേ. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ തളപതി വിജയണ്ണനും സംഗീത അക്ക, വിജയണ്ണൻ്റെ വൈഫ്, ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയും കാരണങ്ങളൊക്കെ നിങ്ങളിപ്പം അറിഞ്ഞു കാണും. 2-3 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വൈറൽ ന്യൂസാണ് ഈ ഡിവോഴ്സിൻ്റെ കാര്യവും പിന്നെ വിജയണ്ണൻ്റെ അവഹിതം ഒരു ആക്ട്രസുമായിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയപ്പെടുന്ന പരസ്യമായിട്ട് അറിയാവുന്ന രഹസ്യമാണ്. അത് ആരെയെന്ന് പറഞ്ഞാൽ തൃശ്ശയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിജയണ്ണൻ്റെ അവഹിതത്തിനെ പറ്റിയും പിന്നെ ഇതൊരു പ്രതിഷേധമാണെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പേഴ്സണലി ഒരു വിജയ് ഫാനാണ്. വിജയ് ഫാൻ എന്ന് പറഞ്ഞാൽ ശിവകാശി തൊട്ട് 2005 ശിവകാശി കണ്ടതിന് ശേഷമാണ് വിജയ് ഫാനായത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഈ വിജയ് ഫാൻ എന്നുള്ള ഒരു ഫാൻ ഞാനങ്ങ് ഇറക്കി വെക്കുക, ഞാനങ്ങ് ഉപേക്ഷിക്കുക, ബഹിഷ്കരിക്കുക. കിറ്റ് ഇന്ത്യ എന്ന് പറയുന്നതിലോട്ട് ഞാനങ്ങ് ബഹിഷ്കരിക്കുക. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വിജയെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ കൂടി ആയിരിക്കും. ജനനായകൻ ഇറങ്ങും, അന്നേരം റിവ്യൂ ആ സമയത്ത് ഞാനൊന്ന് ആലോചിക്കാം. അപ്പം ഇന്ന് വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ ആ ഫാൻ എന്നുള്ള രീതിയിൽ നിന്ന് മുക്തി നേടും. 2005 തൊട്ട് 2025 വരെ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ കാണത്തില്ല. ഞാൻ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ഇന്ത്യൻ സിനിമയിൽ തന്നെ കാണത്തില്ല. ലാലേട്ടനുണ്ട്, അത് വേറെ എന്ന് പറഞ്ഞാൽ കൊച്ചുനാൾ മുതൽ ദൂരദർശൻ ഈ സിനിമ കണ്ട്, ഈ സിനിമയാണെന്ന് അറിയുന്നതിന് മുമ്പ് ലാലേട്ടനെയൊക്കെ സിനിമയിൽ ഇടിക്കുന്നതൊക്കെ സീൻ കാണുമ്പോൾ എന്തോ വിഷമിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, സിനിമയാണെന്ന് അറിയുന്നതിന് മുമ്പ്. അന്നൊട്ട് ലാലേട്ടൻ കയറി ഒരു ഫാനായിട്ടുണ്ട്. പിന്നെ വിജയ് എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ വളർന്ന് കുറച്ചും കൂടെ ഒരു പ്രായമായി കഴിഞ്ഞിട്ടാണ് വിജയുടെ ഒരു ഇഷ്ടം തോന്നിയത്. അത് പുള്ളിയുടെ കോസ്റ്റ്യൂമിലോട്ടും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, കുറച്ച് ദീർഘിപ്പിച്ച് പോകുന്നില്ല. അപ്പം ഡിവോഴ്സ് പെറ്റീഷനെ പറ്റി പറയാം. ഇവരുടെ കല്യാണം കഴിയുന്നത് 99-ലാണ്. അത് വിജയുടെ വൈഫ് സംഗീതയൊക്കെ എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ഒരു വ്യവസായിയുടെ കുടുംബത്തിലുള്ള വ്യവസായം. അപ്പോൾ ഇവർ UK കുടിയേറി പറത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിൻ്റെ ഒരു ഭാഗം തന്നെ. പണ്ട് നിങ്ങൾ അറിഞ്ഞാണ് രാമായണത്തിനകത്ത് രാമനൊക്കെ ലങ്കയിലോട്ട് പോയ ഒരു വഴിയുണ്ട്. ആ വഴി എന്ന് പറഞ്ഞാൽ രാമായണം നടക്കുന്നതിന് 5000 വർഷം മുന്നേ അവിടെ ഒരു ദ്വീപുണ്ടായിരുന്നു. അതായത് ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മണ്ടയിലുള്ളത്. അപ്പം ദീർഘിപ്പിച്ച് പോകുന്നില്ല, ഇതിനെപ്പറ്റിയാണ് രാജമൗലി ഇപ്പം സിനിമ വാരണാസി എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കുന്നത് ഈ ഒരു സംഭവത്തിനെ പറ്റിയാണ്. അപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടോ, സംഗീതയൊക്കെ ഇതുപോലെ ഒരു ലവ് മാരേജ് ആയിരുന്നു. വിജയണ്ണൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യുകയും അങ്ങനെ അവരുടെ വീട്ടുകാരെല്ലാം കൂടി അറിഞ്ഞ് അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ തമ്മിലൊക്കെ നല്ല ഒരു ദാമ്പത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഫാനിനകത്ത് കൂടാതെ ഇവരുടെ ദാമ്പത്യവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സമയം കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു കെമിസ്ട്രിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഒരു കല്യാണം കഴിച്ചാൽ ഇതേപോലെയൊക്കെ ഉള്ള ഒരു പെണ്ണിനെ കിട്ടണേ എന്നൊക്കെ ആഗ്രഹിച്ച ഒരു സമയം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് കിടക്കുന്ന വിജയണ്ണന് അവഹിതം, അതായത് 2020 തൊട്ടാണ് ഇത് പൊക്കിയത്. 2021 ഇത് പൊക്കിയത്. അതായത് ആക്ട്രസും കൂടിയായ തൃശ്ശയുടെ വീട്ടിൽ നിന്ന് പൊക്കി എന്നുള്ള രീതിയിലാണ് ആദ്യമേ ന്യൂസ് വന്നത്. വിജയ് പൊക്കി എന്നുള്ള കാര്യമുണ്ട് പറയുന്നത്. അപ്പം അങ്ങനെ പൊക്കി അത് ഇവരുടെ വൈഫ് അറിഞ്ഞ് അങ്ങനെ അത് വലിയ വിഷയമായി. വിജയ് ഇനി ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ സോറിയൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പൊക്കി. അതിനുശേഷമാണ് ഇവർ വേർപിരിഞ്ഞ് കുറേ നാൾ കൊണ്ട് വേർപിരിഞ്ഞാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഡിവോഴ്സ് ആയത് ഈ ഒരു സമയത്താണ് ആയില്ല പെറ്റീഷൻ കൊടുത്തത്. അപ്പോൾ അത് കാരണം അങ്ങനെ എല്ലാവർക്കും ഗോസിപ്പ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ വിജയ് ഇതേപോലെ എവിടെ പോയാലും വിജയുടെ വൈഫിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നതുള്ളൂ. എല്ലാ സിനിമയിലും ഏത് ഓഡിയോ ലോഞ്ചിലായാലും കുറേ വർഷങ്ങളുണ്ട് അത് കാണുന്നില്ല. അന്ന് തൊട്ടാണ് എല്ലാവരും പിടിച്ചത് ഇത് എന്തോ കുഴപ്പമുണ്ടെന്നുള്ള രീതിയിൽ. ഇപ്പം ഇനി വിജയുടെ കാര്യത്തിലോട്ട് പറയാം. വിജയ് ഇപ്പം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. TVK തമിഴക വെട്രിക്കഴകം. വിജയ് ഒരു മോശം പൊളിറ്റീഷ്യനാണെന്ന് പുള്ളി നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതായത് കുരൂർ ദുരന്തം വന്നപ്പം പുള്ളി ഒളിച്ചോടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം.
ഇപ്പോൾ എന്നിട്ട് പുള്ളിയെ ന്യായീകരിച്ചുകൊണ്ട് പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. പുള്ളി CM ആയി കഴിഞ്ഞിട്ട് ഈ ഒരു വിഷയമായെങ്കിൽ പുള്ളി ഇതുപോലെ വിളിച്ചു വിടും, അത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അത് പുള്ളിയുടെ കയ്യിൽ തെറ്റ് തന്നെ. എന്നിട്ട് വളച്ചൊടിച്ച് എന്തൊക്കെയോ രാഷ്ട്രീയ കളി കളിക്കുന്നുണ്ട്. അത് കൂടാതെ ഇപ്പം ജനനായകനകത്ത് പുള്ളി സെലക്ട് ആക്കിയത് അറിയാം. തെലുങ്കിലുള്ള ഒരു ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്കാണ്. അത് പുള്ളി എടുത്ത കാരണം തന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതോ സീന് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് അത് കുറേ വട്ടം കണ്ട് അതിനകത്ത് എന്തോ ലേഡീസിനോട് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ളൊരു സീൻ അതിനകത്തുണ്ട്. അതിനെ പറ്റി ഇത് വിജയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് അത് വിജയുടെ സിനിമയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടാണ് ഇത് റീമേക്ക് ചെയ്തത്. അപ്പം ഈ പുള്ളി, അതായത് വിജയ് ജനങ്ങളോട് കുറേ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ഓരോ ഓഡിയോയിലും ഓരോ മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. ഇത്രയും മോട്ടിവേഷൻ കൊടുക്കുന്ന ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു തോന്നിവാസം, അത് തന്നെ ഞാൻ പറയത്തുള്ളൂ, ഈ ഒരു തോന്നിവാസം കാണിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഒരു വൈഫും 2 പിള്ളേരും ഉണ്ട്. ആ പിള്ളേരെയും വെച്ചിട്ട് മറവിൽ വേറൊരു ആക്ട്രസുമായിട്ട് അവഹിതം. അത് അവഹിതം. അപ്പം ഇത്രയും മോട്ടിവേഷൻ, ഇത്രയും വിശ്വസിക്കുന്ന ആ ഒരു വ്യക്തി, അപ്പോൾ ഇവരെല്ലാം ഈ സിനിമയിലുള്ള വ്യക്തിയല്ലെന്ന് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു മുഖംമുടി അഴിഞ്ഞു വീഴാൻ തുടങ്ങിയത്. വിജയ് ഇപ്പം അറിയാം, ഇപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പം പുള്ളി വേറെ ഏതൊക്കെയോ ഒരു യൂണിവേഴ്സിലാണ്, എന്ന് വെച്ചാൽ പഴയ ഒരു വ്യക്തിയല്ല. നിങ്ങൾ അത് കാണുമ്പോൾ തന്നെ അറിയാം, പുള്ളി വേറെ ഏതാണ്ട് രീതിയിൽ വേറെ ഏതോ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യരെ ഒന്നും അറിയത്തൊന്നുമില്ല. പുള്ളി കാണിക്കുന്നതൊക്കെ ഒരു സപ്ലിമെൻറ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി കാണിക്കുന്ന തെറ്റ് മറച്ചിട്ട് വേറെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതായത് ഇപ്പം കാണിക്കുന്ന പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും ഇത്. പക്ഷേ ഈ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ വിജയ് അണ്ണനോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം വിജയ് അണ്ണനോട്. വിജയ് അണ്ണ വീട് നന്നാക്കിയിട്ട് ഇനി നാട് നന്നാക്കാൻ ഇറങ്ങുക. ഇനി പുള്ളി രാഷ്ട്രീയത്തിൽ നിന്നാലും ഇനി CM ആവാനേ പോകുന്നില്ല. എനിക്കിപ്പം അതാണ് തോന്നുന്നത്. ഇപ്പം കടുത്ത ഒരു ദേഷ്യമായി പോയി, കടുത്ത ദേഷ്യം. പിന്നെ അത് മാത്രമല്ല, ഒരു വൈഫും 2 മക്കളും ഉള്ള ഒരാളെ വെച്ചിട്ട് വേറെ ഒരു സ്ത്രീയോട് ബന്ധം സ്ഥാപിക്കാനെങ്കിൽ അയാളുടെ മനസ്സ് എന്തോ ദുഷ്ട മനസ്സായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതെടുത്ത് തന്നെ നോക്കിയാൽ മതി. 13 വർഷം, ഞാനിത് ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 13 വർഷം ഒരു വൺ സൈഡായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. വൺ സൈഡ് അത്രയും. എന്നിട്ട് ഈ 13 വർഷത്തിൻ്റെ ഇടയ്ക്ക് അത് ഓക്കെ പറഞ്ഞില്ല. എന്നിട്ട് ആ പെൺകൊച്ചിനോട് ഞാൻ പോകുന്നുള്ളൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പം അങ്ങനെ 13 വർഷം സെറ്റായിട്ടില്ലാത്ത വേറൊരു പെണ്ണിനെ ഞാൻ ആ കണ്ണു കൊണ്ടുപോലും കണ്ടിട്ടില്ല, വേറെ ഒരാളെ പോലും. അപ്പോൾ അതേപോലെയല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതത്തോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള സിനിമയോടൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾ ഇതേപോലത്തെ തോന്നിവാസം കാണിച്ചാൽ എനിക്കിപ്പം ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സംഗീതയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചെവിക്കല്ലിന് ഒരെണ്ണം കൊടുത്തിട്ട്, അതായത് വിജയുടെ ചെവിക്കല്ലിന് ഒരെണ്ണം കൊടുത്തിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നായിരുന്നു ഞാൻ പറയാനുള്ളത്. എന്നിട്ട് ഇതൊക്കെ വളച്ചു പിടിക്കുന്നുണ്ട് കുറേ എണ്ണം. ഇതേപോലെ രാഷ്ട്രീയ കളിയാണ്, എന്തോ സ്റ്റാലിൻ പറഞ്ഞു വിട്ടിട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ വാർത്ത വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ തൃശ്ശയുടെ വീട്ടിനകത്ത് വിജയ് പൊക്കിയത് എല്ലാം പ്ലാനിങ്ങാണ്. ഇത് തെറ്റ് ചെയ്തത് വിജയ് തന്നെ. ഞാനിപ്പം ഇനി ഇതിനകത്തുള്ള ചടങ്ങ് ഞാൻ പറയുക. ഞാൻ 2005 തൊട്ട് വിജയ് ഫാനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പം അതിനൊരു വിരാമമാവും. ഞാനതെടുത്ത് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2014 എനിക്ക് ആദ്യം ഫോൺ കിട്ടുന്നത്, മൊബൈൽ ഫോണ്. അതിനകത്ത് 2 GB, അന്ന് ഇതുപോലത്തെ ടച്ച് ഫോണൊന്നുമില്ല, 2 GB വിജയുടെ മാത്രം ഫോട്ടോസ് വീഡിയോസ് മാത്രം ഞാൻ ശേഖരിച്ചൊരു സമയം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ ഈ ഫോണിൽ എൻ്റെ കവർ ഫോട്ടോയും അതിൻ്റെ ഫ്രണ്ട് പിക്ചറുമായിട്ട് ഇട്ടേക്കുന്നത് ഈ ഫോട്ടോ തന്നെ, ഇതുപോലത്തെ ഫോട്ടോയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കുക. ഞാൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിനകത്തെല്ലാം വിജയുടെ ഫോട്ടോ അത്ര ഫാൻ എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക് എടുത്തേക്കോ, ഒരു ലോങ് ബ്രേക്ക് എടുത്തേക്കോ, കയറിയിട്ട് 3 വർഷത്തോളമായി. അത് ഞാനിപ്പോൾ തിരിഞ്ഞ് നോക്കുന്നില്ല. ഞാനിപ്പം അതിനകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഒരു സമയത്ത് ഞാനത് കയറും, അന്നേരം അത് ഡിലീറ്റ് ആക്കാം. പക്ഷേ ഇന്നത്തെ എൻ്റെ ലാസ്റ്റ് വീഡിയോയിലോട്ട് വരികയാണ്. ഈ വിജയ് എന്നുള്ളൊരു ഫാൻ എന്നുള്ള രീതി ഞാൻ ഇവിടുന്ന് ഉപേക്ഷിക്കുക. ഈ വിജയ് കാണിച്ച തോന്നിവാസത്തിന് തന്നെയാണ് ഞാൻ ഈ ഫാൻ ഉപേക്ഷിക്കുന്നത്. എനിക്ക് അയാളോട് ഇപ്പം കടുത്ത വെറുപ്പായി പോയി. അതെ, ഇത് ഞാൻ ബഹിഷ്കരിക്കുക, ഈ ഫാൻ എന്നുള്ള രീതി ഞാൻ മാറ്റുക. അപ്പം ഇനി
ഇയാളുമായിട്ട്. ഇയാളുടെ ഒരു പടം ഇറങ്ങിയാൽ കാണാൻ പോകും, പക്ഷേ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇയാളെ കാണത്തില്ല. എന്തായാലും ഇലക്ഷൻ വരുമല്ലേ, നമ്മൾ ആവേശത്തിനകത്ത് ഫഹദ് പറയുന്നത് കേട്ട് നന്നായി വാ അങ്ങനെ എനിക്കിനി പറയാൻ പറ്റത്തുള്ളൂ. ഇയാളെ എങ്ങനെ എന്തോ കാണിച്ചോ. ഇപ്പം സിനിമയിൽ നിന്നും ഇപ്പം പീക്ക് ലെവലിൽ തന്നെ നിന്ന് ഇയാൾ ഫീൽഡ് ഔട്ട് ആവാനുള്ള ഇയാളുടെ കയ്യിലിരിപ്പിന് തന്നെയാണ് നോക്കുന്നത്. ഇപ്പം ജയനനായൻ്റെ ഗതി ഇങ്ങനെ, ഇലക്ഷൻ്റെ ഗതി ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇലക്ഷൻ്റെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പം നന്നായി വാ ഇതേപോലെ തോന്നിവാസം ആരെയും കാണിക്കില്ലേ. പ്രത്യേകിച്ച് ഇതുപോലെ തപസ് ഇരുന്നാൽ പോലും ഇതേപോലൊരു വൈഫിനെ ഇനി വിജയ്ക്ക് കിട്ടാനും പോകുന്നില്ല. അത് വന്ന ഭാഗ്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതമൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത്.